അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 12 അംഗ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമുണ്ട്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചിലപ്പോൾ ഈ രാത്രി ഉണ്ടായേക്കാം എന്ന് അഭ്യൂഹങ്ങളുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ, 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇലക്ഷന് തൊട്ടു മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അനിതര സാധാരണമാണ്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരെയൊക്കെ പുറത്തുവിട്ടു. നേതാക്കളെയൊക്കെ പുറത്തുവിട്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന്റെ റിവേഴ്സലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി വേറെ ഏതൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അറസ്റ്റ് ചെയ്ത നേതാക്കളെ പുറത്തുവിട്ടെങ്കിൽ ഇതാ ഇപ്പം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അഭിലാഷേ, ഞാൻ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം, BJPയോടൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ പ്രേക്ഷകരോട് ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പ് വേണമെന്നോ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിനുശേഷം ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് വിവേകരവര ചെയ്തില്ലെങ്കിൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ എന്നും മാത്രം ഞാൻ അതിനകത്ത് പറയുകയാണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി തർക്കമില്ലല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി കൊടുക്കണ്ട. അപ്പൊ എന്താ പ്രശ്നം? ഒരു പ്രാവശ്യത്തെ MP-മാരുടെ പണം കൈപ്പറ്റിയതിൽ റിട്ടേൺ കൊടുക്കാൻ 45 ദിവസം വൈകി. അതിനുള്ള പരാതി ഇനി ഞാൻ അതിനകത്ത് വായിക്കാം. പെനാൽറ്റി ഫോർ നോൺ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇഫ് എ ടാക്സ് പെയർ ഡസ് നോട്ട് ഫയൽ ITR, they may have to pay a penalty of up to ₹10,000. The penalty is in addition to the tax liability. Tax liability രാഷ്ട്രീയ പാർട്ടിക്കില്ല, കാരണം ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരുന്നതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നതിന്റെ പിഴ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ 10,000 രൂപ മാത്രം പിഴയടക്കേണ്ട സംഭവം. ആ 10,000 രൂപ പിഴയടക്കേണ്ട സംഭവത്തിലാണ് 210 കോടി രൂപയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നത്, 100 ചില്ലാനും കോടി വലിച്ചിരിക്കുന്നത്. ശിവശങ്കരൻ ചോദിച്ച ചോദ്യം, ശിവശങ്കരൻ പോയിട്ട് നിങ്ങളുടെ നേതൃത്വം ചോദിക്കണം, നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ ഇമ്മാതിരി ഒരു കാര്യം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനെന്ന് ശിവശങ്കരൻ നേതാക്കളോട് പോയി ചോദിക്കണം. ഈ പാവം പ്രേക്ഷകരോടല്ല അത് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ അഭിലാഷ് പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്ന നേരത്ത് ഒരു മുഖ്യമന്ത്രിയുടെ വീട് വളഞ്ഞിരിക്കുക. ഏത് സാഹചര്യത്തിൽ അദ്ദേഹം ED-യുടെ സമൻസിൽ നിന്ന് തനിക്ക് അറസ്റ്റിന് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സമയം, ഹർജി കൊടുത്തിരിക്കുന്ന സമയം, ആ ഹർജിയിൽ തീർപ്പാക്കിയിട്ടില്ല. ഏതൊരു അന്വേഷണ ഏജൻസിയും അത്തരത്തിലുള്ള ഒരു ഹർജി കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിപ്പോൾ മറ്റൊരു നടപടിയിലേക്ക് പോവരുത് എന്ന് തീരുമാനിക്കുന്ന സമയമല്ലേ അഭിലാഷേ? ഇതിന്റെ സാഹചര്യം മറ്റൊന്നുമല്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ ഭയപ്പെടുത്തി ഇതിനകത്ത് ഇല്ല. എനിക്ക് അല്പം കൂടി സമയം തരണം. ഇനി ഒന്ന് നോക്കൂ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട്സ് എത്ര കോടി രൂപ, ആയിരക്കണക്കിന് കോടി രൂപ BJP പിരിച്ചെടുത്തു. എന്ത് അന്വേഷണം നടത്തി? കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 10% കമ്മീഷൻ മേടിച്ചിരിക്കുന്നു ബോണ്ടുകളിലൂടെ. എന്ത് അന്വേഷണം നടത്തി? ഈ ഷെൽ കമ്പനി 200 ചില്ലാനം കോടി വരുമാനമുള്ള കമ്പനി 1368 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്യുന്നു. എന്ത് അന്വേഷണം നടത്തി? എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ 20,000 കോടി രൂപ ഷെൽ കമ്പനികളിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ പ്രതിരോധ ഇടപാടുകൾക്ക്, അത് ഇന്ത്യയുടെ ഏറ്റവും അതിസുരക്ഷമായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരാണെന്ന് പോലും അറിയില്ല. അന്വേഷണമുണ്ടോ? BJPയുടെ ഓഫീസിലേക്ക് ആദായ നികുതി ചെല്ലുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. പകരം ഈ എതിർപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ നിരായുധരാക്കാൻ കഴിയുന്ന അല്പത്തവല്ലേ കാണിക്കുന്നത്. അവരുടെ കയ്യിൽ പണം പോലും പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും നിർണായകമായ സമയം, ഈ സമയത്ത് പ്രവർത്തനങ്ങൾ നടത്തേണ്ട, നമ്മുടെ കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ട, പരസ്യങ്ങൾ ബുക്ക് ചെയ്യേണ്ട, പോസ്റ്ററുകൾ അടിക്കേണ്ട, യാത്രകൾ പ്ലാൻ ചെയ്യേണ്ട, സമ്മേളനങ്ങൾ നടത്തുന്ന സമയം, ഈ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടി അനങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുന്നത് എന്ത് ജനാധിപത്യമാണ്? അതാണ് പറഞ്ഞത്. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ സ്വപ്നമായി മാറിക്കഴിഞ്ഞു. പച്ചക്കള്ളമാണ് ഇനി ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത്. ശരി, ഓക്കെ.